മനസ്സിലാകുന്ന കഥകൾ, മനസ്സിലാകാത്ത വിവാദങ്ങൾ. വർഷം 2022. അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ കലക്കാത്ത സന്തനമേറും എന്ന് പറയുന്ന ഗാനത്തിന് ആ വർഷത്തെ ദേശീയ അവാർഡ് മികച്ച ഗായികയ്ക്ക് നഞ്ചിയമ്മയ്ക്ക്. ഇത് കേട്ടതും മലയാളികൾ സന്തോഷിക്കാൻ തുടങ്ങി. കാരണം അവാർഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം, മനസ്സ് നിറയ്ക്കുന്ന അവാർഡ്, ഉള്ളിനെ സന്തോഷിപ്പിക്കുന്ന അവാർഡ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ സന്തോഷത്തോടെ ആ അവാർഡിനെ ഏറ്റെടുത്തു. അതിനോടകം തന്നെ 1 കോടിയിലേറെ ആളുകളാണ് ആ പാട്ട് യൂട്യൂബിൽ കണ്ടത്. പക്ഷേ മണിക്കൂറുകൾ മതിയായിരുന്നു വിവാദത്തിന് തിരികൊടുത്താനായിട്ട്. സംഗീതജ്ഞൻ ലിനു ലാലാണ് രംഗത്ത് വരുന്നത്. നഞ്ചിയമ്മ എന്ന് പറയുന്ന ആദിവാസി ഗായികയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ സംഗീതത്തിന് വേണ്ടി വർഷങ്ങൾ ഹോമിച്ചിട്ടുള്ള, സംഗീതം സബരിയാക്കിയ എത്രയോ പേരുണ്ട്. രാഗമേതെന്നറിയാത്ത, രാഗവ്യത്യാസങ്ങൾ അറിയാത്ത, സംഗീതത്തിന്റെ സങ്കീർണതകളൊന്നും അറിയാത്ത ഒരു സാധാരണക്കാരിക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ സംഗീതത്തിന് വേണ്ടി ജീവിതം ഹോമിക്കുന്നവരെയാണ് നിന്ദിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തുടങ്ങി പൊങ്കാല. ആരാണ് ലിലുലാൻ? അദ്ദേഹത്തിനാണോ സംഗീതത്തിന്റെ അട്ടിപ്പേറ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ പൊങ്കാലയിടാനും ആളുകൾ രംഗത്തെത്തി എന്നുള്ളതാണ്. നഞ്ചിയമ്മയുടെ സംഗീതം ഉള്ളിൽ നിന്ന് ഊറി വരുന്ന നിഷ്കളങ്കമായ സംഗീതമാണ്, അത് കലർപ്പില്ലാത്തതാണ്, അതാണ് ജനങ്ങൾ നെഞ്ചിലേറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഗായിക സിത്താര അടക്കം രംഗത്ത് വന്നു. കാലങ്ങൾ മുന്നോട്ട് പോയി. നഞ്ചിയമ്മ ഇപ്പോഴും ആ ആദിവാസി ഊരിലെവിടെയോ ഉള്ളിലെ പാട്ടുകൾ പാടുന്നുണ്ടാവാം. വർഷം 1987. TP ബാലഗോപാലൻ MA എന്ന് പറയുന്ന ഒരു പക്ക കൊമേഴ്സ്യൽ സിനിമ. പക്ഷെ ആ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ് മോഹൻലാൽ കരസ്ഥമാക്കി. വർഷം 1990 അവാർഡ് കിരീടത്തിന്. വർഷം 1991 ഭരതത്തിന് അവാർഡ്. ഈ അവാർഡുകളെ കണ്ടപ്പോൾ മലയാളികൾ ഒന്നടങ്കം സന്തോഷിച്ചു. കാരണം ഞങ്ങൾ കണ്ട സിനിമ, ഞങ്ങൾ കൈയടിച്ച സിനിമ, ഞങ്ങൾ കരഞ്ഞ സിനിമ. കാരണം അതുവരെയും അവാർഡ് കിട്ടിയ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കാരണം സാധാരണക്കാരന് കൊമേഴ്സ്യൽ സിനിമയെന്നും ബുദ്ധിജീവികൾക്ക് അവാർഡ് വേണമെന്നുള്ള വേർതിരിവ് അന്നേ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പത്മരാജനും ഭരതനും, ഈ ഭരതവും കിരീടവും ഒക്കെ ഇത്തരം അതിർവരമ്പുകളാണ് ഇല്ലാതാക്കിയത്. ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന, ഏതൊരാൾക്കും കണക്റ്റഡ് ആവുന്ന കഥകൾ. എന്നാൽ അത്തരം കാഴ്ചകളുടെ നിലവാരത്തിലേക്ക് അവർ സിനിമകളെ കൊണ്ടെത്തിയപ്പോൾ ഉയർന്നത് മലയാളിയുടെ തന്നെ കാഴ്ചയുടെ നിലവാരം കൂടിയാണ്. ഉയർന്നു വന്നത് അവരുടെ തന്നെ കാഴ്ചയുടെ സംസ്കാരമാണ്. തീർച്ചയായിട്ടും അത്തരണത്തിൽ അടയാളപ്പെടുത്തപ്പെടേണ്ടതാണ് ഇവരെയൊക്കെ. അതുകൊണ്ടാണല്ലോ കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും തൂവാനത്തുമ്പികളും താഴ്വാരവും ഒക്കെ ഇന്നത്തെ തലമുറയുടെയും കൾട്ട് ക്ലാസിക്കായിട്ട് നിലകൊള്ളുന്നത്. വർഷം 2025. അഖിൽ P ധർമ്മജന്റെ റാംകോം ആനന്ദി എന്ന 2020 ഇറങ്ങി 5 വർഷം കൊണ്ട് 50 ലക്ഷത്തിലേറെ കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകത്തിന് ഇത്തവണത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച യുവ എഴുത്തുകാരനുള്ളത്. തീർച്ചയായിട്ടും സന്തോഷിച്ചതും കൈയടിച്ചതും 90 കിഡ്സ് തൊട്ട് ജെൻസി കിഡ്സ് വരെയാണ്. കാരണം പുസ്തകം കയ്യിലെടുക്കാത്ത, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും മാത്രം അഭിരമിച്ചിരുന്ന, മൊബൈലിലെ സ്ക്രീനിൽ നിന്ന് കണ്ണു താഴ്ത്താത്ത ഒരു തലമുറയെ ആദ്യമായിട്ടെങ്കിലും ഒരു പുസ്തകം കയ്യിലെടുക്കാനും ഒരു പുസ്തകം മുഴുവൻ വായിപ്പിക്കാനും ഈ നോവൽ കാരണമായി എന്നുള്ളത് നിസ്സാര കാര്യമല്ല. വന്നു വിവാദം ഉടൻ തന്നെ. ഇങ്ങനെയാണ് അവാർഡെങ്കിൽ ഇനി വരുന്ന അവാർഡുകളൊക്കെ മുത്തുച്ചിപ്പി പോലുള്ള പുസ്തകങ്ങൾ എഴുതുന്ന എഴുത്തുകാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു വന്നത് എഴുത്തുകാരി ഇന്ദുമേനോനാണ്. കൽപ്പറ്റ നാരായണൻ പുറകെ വരുന്നു. ഭാവുകത്വമില്ലാത്ത ഇത്തരം കഥകൾ അതിന് അവാർഡ് കൊടുക്കുന്നത് അപകടമാണ്. ഒന്ന് ചോദിക്കട്ടെ, ആരാണ് ഈ ഇന്ദുമേനോൻ? അവരും പുസ്തകം എഴുതുന്ന എഴുത്തുകാരിയാണ്, അല്ലെങ്കിൽ ഇത്തരം പുസ്തകങ്ങളുണ്ട് എന്നൊക്കെ കുട്ടികൾ അറിയാൻ തുടങ്ങുന്നത് തന്നെ തീർച്ചയായിട്ടും ഒരു വായനാ ലോകത്തിലേക്ക് എത്തിപ്പെടുമ്പോഴാണല്ലോ. ഇനി എന്താണ് ഈ ഭാവുകത്വം, എന്താണ് അതിഭാവുകത്വം എന്നൊന്നും അറിയാത്ത സാധാരണക്കാരായ ഒരു തലമുറയ്ക്ക് വായനയുടെ രസച്ചരടുകളിലേക്ക് എത്തിപ്പെടാൻ ഒരു നോവൽ കാരണമായെങ്കിൽ അത് കൈയടിക്കേണ്ടതല്ലേ? അന്നും വായിച്ചതും വായനക്കാരുണ്ടായിരുന്നതും ഒക്കെ മുട്ടത്തുവർക്കിക്കും തകഴിക്കും SK പൊറ്റക്കാടിനും ഒക്കെ അല്ലേ? സാധാരണക്കാരോട് സംവദിച്ച ആ എഴുത്തുകാരല്ലേ പിന്നീട് ഉന്നതമായ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് ആളുകൾക്കൊരു അഭിരുചി പോലും ഉണ്ടാക്കി കൊടുത്തത്. അത്തരത്തിൽ നോക്കുമ്പോൾ തീർച്ചയായും അഭിനന്ദിക്കപ്പെടേണ്ടതാണ് അഖിൽ P ധർമ്മജൻ. ഇനി ഈ നോവലിലേക്ക് വരാം. സിനിമാ സ്വപ്നങ്ങളുമായി, ഭാരമുള്ള ബാഗുകളുമായിട്ട് മലമൂത്ര വിസർജനം നടത്തുന്ന ചെന്നൈയിലെ റെയിൽവേ പാളങ്ങൾക്കിടയിലൂടെ അയാൾ ചെന്ന് കയറുന്നത് ഒരു ജീവിത പരിസരത്തേക്കാണ്. അവിടെ കണ്ടുമുട്ടുന്ന ആനന്ദി, വെട്രി, രേഷ്മ, പാട്ടി എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളിലൂടെ കഥ വികസിക്കുമ്പോൾ ഒരുപക്ഷെ ഈ കഥയിൽ എന്താണ് പറയുന്നത്? സൗഹൃദവും പ്രണയവും രാഷ്ട്രീയവും പകയും എല്ലാം തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുള്ള പല നോവലുകളിലും ഉള്ള ടിപ്പിക്കൽ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെയും അവരുടെ ഭാഷയും അവരുടെ ജീവിത പരിസരങ്ങളും ഒക്കെ ഇന്നത്തെ ഈ ജെൻസി കിഡ്സിനോട് വരെ സംവദിക്കുന്നു, കണക്റ്റഡ് ആവുന്നു എന്നുള്ളിടത്താണ് ആ നോവൽ പ്രസക്തമാകുന്നത്. എന്താണ് ഇതിന്റെ ജോണർ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് സിനിമാറ്റിക് നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരണത്തിൽ ഈ നോവൽ മലയാളിയിലേക്ക് വരുമ്പോൾ ഒരുപാട് പേർക്ക് പുസ്തകം കയ്യിലെടുക്കാനും വായിക്കാനും
ഒരു ലൈറ്റ് റീഡിങ്ങിലൂടെ ഒരു പുസ്തകം മുഴുമിപ്പിക്കാൻ കാരണമാണെങ്കിൽ തീർച്ചയായും അത് കൈയടിക്കപ്പെടേണ്ടതാണ്. ഇനി ഒരു പുസ്തകം നല്ല പുസ്തകമാണോ എന്ന് വിലയിരുത്തപ്പെടേണ്ട മാനദണ്ഡം അത് എത്ര പേർ വായിച്ചു എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. എത്ര അവാർഡ് കിട്ടി എന്നുള്ളതാണോ? അതുമല്ല. പിന്നെയോ, എത്ര കാലം കഴിഞ്ഞാലും ആ പുസ്തകം പിന്നീട് വരുന്ന തലമുറയ്ക്കും കണക്റ്റഡ് ആവുക എന്നുള്ളതാണ്. തീർച്ചയായും അതുകൊണ്ടാണല്ലോ കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും വൈക്കം മുഹമ്മദ് ബഷീറും ഒ ഹെൻറിയും ഹേണസ്റ്റ് ഹെമിംഗ്വേയും ഒക്കെ ഇന്ന് പുസ്തകം കയ്യിലെടുക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന് പോലും കണക്റ്റഡ് ആവുന്നത്. ഏകാന്തതയുടെ 100 വർഷങ്ങളും പാവങ്ങളും ഒക്കെ 5 കോടിയിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ് ഇപ്പോഴും നമ്മുടെ മേശപ്പുറത്തില്ലേ? തീർച്ചയായും വിലയിരുത്തപ്പെടേണ്ടത് എത്ര പേർ വായിച്ചു എന്നുള്ളതുകൊണ്ടല്ല, എത്ര അവാർഡ് കിട്ടി എന്നുള്ളതുകൊണ്ടല്ല, എത്ര കാലം കഴിഞ്ഞാലും അത് നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പുസ്തകം നല്ലതാണോ ചീത്തയാണോ എന്നുള്ള മാനദണ്ഡം നമുക്ക് കാലത്തിന് വിടാം. അതുവരെ ഈ തെറ്റ് ചെയ്യാത്ത എഴുത്തുകാരനെ കല്ലെറിയാതിരിക്കാം, അസൂയയുടെ കണ്ണേറുകൾ കൊടുക്കാതിരിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ആയ കാലത്ത് കഥയോ കവിതകളോ നോവലുകളോ ഒന്നും എഴുതാത്ത, എന്നാൽ കഥ പറഞ്ഞ് കഥയായി മാറിയ ഒരു കഥാകാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാം. അദ്ദേഹത്തെ പറ്റി വർഷങ്ങൾക്ക് ശേഷം എഴുത്തുകാരൻ നിക്കോസ് കസന്തസക്കീസ് തൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. പലരും അദ്ദേഹത്തെ പറ്റി പറഞ്ഞ വാക്കുകളാണ്. ആളുകൾ വന്ന് പറഞ്ഞു, അവൻ പറഞ്ഞതത്രയും മുന്തിരിത്തോട്ടങ്ങളെ പറ്റിയും ആടുമാടുകളെ പറ്റിയും വയൽപ്പൂക്കളെ പറ്റിയും ആകാശപ്പറവകളെ പറ്റിയും ഒക്കെ ആയിരുന്നല്ലോ. ഒന്ന് നിർത്തിയിട്ട് ഒന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് മുന്തിരിത്തോട്ടങ്ങളെയും ആടുമാടുകളെയും ഇത്തിരിപ്പൂക്കളെയും ആകാശപ്പറവകളെയൊക്കെ സ്നേഹിക്കുന്നവരല്ലേ? അവൻ പറഞ്ഞതൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, നെസ്രായൻ സംസാരിച്ചത് അത്രയും ഹൃദയത്തിൻ്റെ വിങ്ങലുകളെ കുറിച്ചായിരുന്നു. അവൻ പറഞ്ഞത് നമ്മുടെ ഹൃദയങ്ങളെ തൊട്ടു. ജീസസ് ദ സൺ ഓഫ് മാൻ എന്ന നിക്കോസ് കസന്തസക്കീസിന്റെ പുസ്തകം. ചിലർ കഥകൾ പറയുന്നു, ചിലത് ചിലരെ തൊടുന്നു, ചിലത് പലരെ തൊടുന്നു, പലത് ചിലരെ തൊടുന്നു. കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കഥകളേക്കാൾ ഭാരമില്ല ഭൂമിക്കും.